ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്നൊരു യാത്ര പോവാണ്. തൃശ്ശൂർക്കാണ് യാത്ര കേട്ടോ. നാഷണൽ ചാമ്പ്യൻഷിപ്പിൻ്റെയും URF വേൾഡ് റെക്കോർഡിൻ്റെയൊക്കെ ഒരു കോമ്പറ്റീഷൻ തൃശ്ശൂർ വെച്ച് നടക്കുന്നുണ്ട്. അതിൻ്റെ പിക്ചേഴ്സാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഞങ്ങളൊരു ഉച്ചയ്ക്കൊരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് യാത്ര തിരിച്ചു കേട്ടോ. അതാണ്ടേ ഇതിനകത്ത് 2 കരാട്ടക്കാരാണുള്ളത്. ഒന്ന് ടാനിയും ഒന്ന് ബിനോയിയാണ് കേട്ടോ. അവരുടെ കോമ്പറ്റീഷനാണ് നാളെ നടക്കാൻ പോകുന്നത്. URF വേൾഡ് റെക്കോർഡും അതുപോലെ നാഷണൽ ചാമ്പ്യൻഷിപ്പിൻ്റെ കോമ്പറ്റീഷനാണ് നടക്കുന്നത്. അപ്പോൾ 2 പേർക്കും അതിൻ്റെ ടെൻഷനുണ്ട്. ഞങ്ങൾക്ക് ഒരു ടെൻഷനുമില്ല, വളരെ ഹാപ്പിയാണ്. 3 ദിവസത്തെ യാത്രയാണ് കേട്ടോ. അവൾ ഇടയ്ക്ക് പറയുന്നുണ്ട് അമ്മയ്ക്ക് ഒരു ടെൻഷൻ ഇല്ലാത്തതുകൊണ്ട് അമ്മ വീഡിയോ എടുക്കുന്നത്. ഞാൻ വെറുതെ വീഡിയോ എടുത്തത് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റുമെന്നൊന്നും വിചാരിച്ച് വീഡിയോ ഒന്നും എടുത്തതല്ല കേട്ടോ. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ, വെറുതെ എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്നും തുടർച്ചയായിട്ട് വീഡിയോസ് ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ്സ് ഇടണം, നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോഴും നമ്മൾ 2 മണിക്ക് തിരിച്ചെങ്കിൽ നല്ല ബ്ലോക്കിൽ പെട്ട് കുറേ ടൈം പോയി കേട്ടോ. ഒത്തിരി ലേറ്റായിപ്പോയി. നമ്മളൊരു ആലപ്പുഴ എത്തുന്നതിന് മുമ്പേ നന്നായിട്ട് ബ്ലോക്കിൽ പെട്ടു. ഇനിയിപ്പം എല്ലാവർക്കും വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 2 മണിക്ക് തിരിച്ചെങ്കിൽ ഇപ്പോൾ ഒരു 5-6 മണിയൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 5-5:30 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയൊരു ഫുഡ് കഴിക്കാനായിട്ട് ഒരു കട നോക്കിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കൊച്ചുങ്ങൾക്കൊക്കെ വിശന്ന് തുടങ്ങിയാണ്. എനിക്ക് വിശക്കുന്നൊന്നുമില്ല, ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. എന്നാലും അവർക്ക് നമുക്ക് വെളിയിൽ ഇറങ്ങുമ്പോൾ ഫുഡ് കഴിക്കണം എന്നുള്ള ടെൻഡൻസി, ചായ കുടിക്കണം എന്നുള്ള ടെൻഡൻസിയൊക്കെ നമുക്ക് എല്ലാ മക്കൾക്കും ഉണ്ടാവുന്ന പോലെ തന്നെയാണ് ഇവിടുത്തെ ആൾക്കാർക്കും കേട്ടോ. വെളിയിൽ ഇറങ്ങി കഴിയുമ്പോഴാണ് നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും വിശപ്പ്, എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നുള്ള ബഹളമൊക്കെ. അപ്പോൾ അങ്ങനെ എന്തായാലും ഒരു ഹോട്ടൽ കണ്ടുപിടിച്ച് ആലപ്പുഴ തന്നെയാണ് ഞങ്ങൾ കയറിയത് കേട്ടോ. കാര്യം ആലപ്പുഴ സൈഡിലൊക്കെ നല്ല മീൻകറിയും അങ്ങനെയൊക്കെയുള്ള ഫുഡ് കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് അച്ഛൻ ഫുഡ് കഴിക്കാതെ ഇറങ്ങി. അതാണ് ഇത്രയും പ്രശ്നമായത്. അപ്പോൾ അങ്ങനെ തപ്പിപ്പിടിച്ചൊരു കടയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ റെഡി ആയിട്ടിരിക്കുന്നത്. ഞാനിവിടെ ആൻഡ്രൂസിന് കുറുക്ക് കൊടുക്കുന്നതിൻ്റെ ബഹളത്തിലാണ്. ഈ കടയിലുള്ള എല്ലാ ലൈറ്റുകളും കാണിച്ചിട്ട് കുറുക്ക് കൊടുക്കാനുള്ള ബഹളമാണ്. എന്നിട്ടൊന്നും കുടിക്കത്തില്ല കേട്ടോ. ആകെ കഴിക്കാൻ ഭയങ്കര നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച കടയാണിത്. നല്ല ഫുഡായിരുന്നു. കഴിച്ചിട്ടൊക്കെ വെളിയിൽ ഇറങ്ങിയിട്ട് ചായ കുടിക്കുകയാണ്. ടാനിയ ചായ കുടിക്കുമ്പോൾ എടുത്തൊരു വീഡിയോ ആണിത് കേട്ടോ. അപ്പോഴത്തേക്ക് ഇരുട്ടി കണ്ടോ. 2 മണിക്ക് ഇറങ്ങിയെങ്കിലും ആലപ്പുഴ എത്തിയപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു 6-7 മണിയോളം ആയി. നമ്മൾ അത്രയും ബ്ലോക്കിൽ പെട്ടുകൊണ്ട് പിന്നെ ഞങ്ങൾ ചെന്ന് റൂമിലെത്തിയപ്പോൾ ഏതാണ്ട് ഒരു 12 മണി കഴിഞ്ഞുകൊണ്ട് സൂപ്പർ ഉറക്കമായിരുന്നു. ഞാൻ പോലും അറിയാതെ ടാനിയ വീഡിയോ എടുത്തു. പിറ്റേന്ന് രാവിലെ തന്നെ നമുക്ക് URF വേൾഡ് റെക്കോർഡിൻ്റെ ഇതിന് പോകേണ്ടതായിട്ട് വന്നു കേട്ടോ. രാവിലെ തന്നെ വെളുപ്പിൽ ഒരു 5-6 മണിയായപ്പോൾ തന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചു. വളരെ നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ ഈ ഒരു പ്രോഗ്രാം. കാര്യം ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു അനുഭവമായിരുന്നു. അതൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. എനിക്ക് സന്തോഷം തോന്നിയ കാര്യം ടാനിയ 6-ാം ക്ലാസ്സിൽ, ബിനോയ് 7-ാം ക്ലാസ്സിൽ. ആ ഒരു ചെറുപ്രായത്തിൽ തന്നെ ഇവിടെ വരാനും ഇതൊക്കെ കാണാനും നമുക്കും കൂടെ ലഭിച്ച ഒരു ഭാഗത്തെ ഓർത്ത് ദൈവത്തിന് 1000 നന്ദി പറയുകയാണ് കേട്ടോ. അപ്പോഴേ അങ്ങനെ പ്രോഗ്രാം നമ്മൾ ഏറ്റവും പുറകിലിരുന്നാണ് ഇതെല്ലാം കണ്ടത് കേട്ടോ. ഏറ്റവും അത്രയ്ക്ക് തിരക്കായിരുന്നു. കുറേ കരാട്ട കുട്ടികളെയും ഇവരെയൊക്കെ കണ്ട് നമുക്ക് അഭിമാനം തോന്നി. ഇത്രയും പേര് കരാട്ട പഠിക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ വന്ന് കാണാൻ നമുക്കൊരു ഭാഗ്യം കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു കേട്ടോ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ടാനിയുടെ URF വേൾഡ് റെക്കോർഡ് കിട്ടിയതിൻ്റെ ഫോട്ടോസാണ്. ഇതാണ് ടാനിയുടെ മാസ്റ്റർ കേട്ടോ, കരാട്ട മാസ്റ്റർ. ഇത് നമ്മുടെ കൂടെ വന്ന ബിനോയിയാണ്. ഇത് നമ്മുടെ കോട്ടോടൻ ഡോജിൽ പഠിക്കുന്ന കുട്ടികളാണ്. പിറ്റേന്ന് രാവിലെ തന്നെ അടുത്ത കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു കേട്ടോ. നമ്മുടെ URF വേൾഡ് റെക്കോർഡിൻ്റെ പിറ്റേന്ന് തന്നെ നമുക്ക് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഞാനൊരു ഉച്ചയൊക്കെ ആയിട്ടാണ് പോയത് കേട്ടോ. അതിനെ എല്ലാത്തിനും വിൻ ചെയ്യാനായിട്ട് പറ്റി കേട്ടോ. ഭയങ്കര സന്തോഷം തോന്നുന്ന നിമിഷമാണ് ആ ഒരു കാര്യം ഓർക്കുകയാണെങ്കിൽ. നമുക്ക് വന്നിട്ട് നഷ്ടമായില്ല. നന്നായിട്ട് എല്ലാ കാര്യത്തിലും നമ്മുടെ ഇവിടുന്ന് കൊണ്ടുപോയി കോട്ടോട്ടത്തിൽ നിന്ന് കൊണ്ടുവന്ന എല്ലാ കുഞ്ഞുങ്ങളും വിൻ ചെയ്തു. കുറേ മെഡൽസും ഒക്കെ വാങ്ങി. അവർ ഭയങ്കര സന്തോഷം തോന്നുന്ന നിമിഷം തന്നെയാണിത് ഇതും കേട്ടോ. അവരുടെ പിക്ചേഴ്സ് നമ്മുടെ കോട്ടോട്ടൻ ടീമാണിത്. ടാനിക്കാണെങ്കിൽ കത്തിക്ക് ഫസ്റ്റ്, ഫൈറ്റിങ്ങിന് ഫസ്റ്റ്, അതുപോലെ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ്റെ 3rd ഒക്കെ വാങ്ങിയിട്ട്. ഇതിപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നതിന് വെളുപ്പിൽ ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ. അത്രയ്ക്ക് ടൈം അവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് 2 പ്രാവശ്യം വന്നിട്ട് തിരിച്ചു പോയി. പ്രോഗ്രാമൊക്കെ കണ്ടിട്ട് ടാനിയുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോൾ തിരിച്ചു പോയി. ഇതാണ് ആ കോമ്പറ്റീഷൻ നടന്ന ഓഡിറ്റോറിയം കേട്ടോ. കുറേ കുട്ടികളുണ്ടായിരുന്നു.
അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു വെളുപ്പിനെ ഒരു 4 മണിയായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല, ഫോൺ ഓഫായി പോയി കേട്ടോ. അപ്പോൾ ഞങ്ങൾ കോറോഡൻ ഡോജയിൽ എല്ലാവരും പോയി ഫുഡൊക്കെ കഴിച്ച് റൂമിൽ പോയി ചെന്നിരുന്ന് ഉറങ്ങിയിട്ടൊക്കെ പിറ്റേന്ന് രാവിലെ ഒരു 10 മണിയപ്പോൾ തന്നെ ഞങ്ങൾ തിരിച്ചു. ഞങ്ങൾ എന്തായാലും നമ്മൾ തൃശ്ശൂർ വന്നതല്ലേ, അപ്പം ബീച്ചിലൊക്കെ ഒന്ന് കയറി ഒന്ന് എൻജോയ് ചെയ്തിട്ട് ഇപ്പം തന്നെ എല്ലാ ട്രോഫിയും മെഡൽസൊക്കെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും. ഇവിടെ 2 പേര് ഉണർന്നിരിപ്പോഴും 2 പേര് സൂപ്പർ ഉറക്കമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആലപ്പുഴ പോയി എൻജോയ് ചെയ്തതിൻ്റെ വീഡിയോ നാളെ സെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നാളെ നമ്മൾ ഇടുന്ന ഇപ്പം വീഡിയോയുടെ ലെങ്ത് കൂടി പോയതുകൊണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ അവസാനിക്കുന്നു. ഓക്കെ, ബൈ, സീ യു.